വി ഗാർഡ് തുടങ്ങാൻ 27 വയസ്സിൽ സാറിൻ്റെ ആ ഉള്ളിലുള്ളൊരു സ്ട്രെങ്ത് ഓഫ് ലൈക്ക് യുനോ ഒരു ഇൻറ്റ്യൂഷനായിരുന്നു. അതായത് ഇത് എനിക്ക് പറ്റും അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റും എന്നുള്ളത്. പക്ഷേ എനിക്കതിൽ എൻ്റെ ഒരു ഒബ്സർവേഷനിൽ തോന്നിയൊരു കാര്യം, സാർ അതിന് മുമ്പ് വർക്ക് ചെയ്ത കമ്പനിയിൽ ആറാണ്ടി വരെ എത്തി എന്ന് പറഞ്ഞ ആ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ആറാണ്ടിയിൽ നിന്ന് സാറിന് കിട്ടിയ നോളജ് ഈസ് സംതിങ് ഐ തിങ്ക് ക്വൈറ്റ് ഇമ്പോർട്ടൻറ്റ്. അത് എനിക്ക് ഗുണം ചെയ്തു. കാരണം അവിടെ ഒരു സൂപ്പർവൈസറായിട്ടാണ് ഞാൻ കയറുന്നത്. അതെ, അതേസമയം ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിരുന്നു. അതെ, അവർ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുള്ളത് ഗ്രാജുവേറ്റ്സിനെയായിരുന്നു അതെ, അതെ, ഫിസിക്സിൽ. അതെ. അപ്പം ഞാൻ അത് മാത്രം വെച്ച് അപ്ലൈ ചെയ്തു. പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ ഓക്കെ, വെച്ചില്ല. കാരണം അത് വെച്ചാൽ അവർ റിജക്റ്റ് ചെയ്യും. കാരണം ഇയാൾ ഓവർ ക്വാളിഫൈഡ് ആണല്ലോ. അതെ, അതെ, അതെ. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ ഒരു ഇതൊക്കെ നോക്കിയപ്പോൾ പറഞ്ഞു, അപ്പോൾ ഒരു 2 years ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് പോസ്റ്റ് ഗ്രാജുവേഷനും ചെയ്തു. എന്നിട്ട് എന്തായി, അതും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓഹോ, അപ്പോൾ അതെന്താ ആപ്ലിക്കേഷനിൽ മെൻഷൻ ചെയ്യാഞ്ഞത്? അല്ല, അത് മെൻഷൻ ചെയ്തത് ചിലപ്പോൾ ഓവർ ക്വാളിഫൈഡ് ആയിട്ട് ഇൻ്റർവ്യൂവിന് വിളിച്ചില്ലെങ്കിലോ എന്ന്. അപ്പോൾ എനിവേ അങ്ങനെ സൂപ്പർവൈസറായിട്ട് കയറി കുറച്ച് നാൾ അങ്ങനെ സൂപ്പർവൈസറായി. പിന്നെ അവർക്ക് മനസ്സിലായി ഇയാളെ R&Dയിലേക്ക് മാറ്റാമെന്ന്. ചെറിയൊരു ഇൻക്രിമെൻറ്റ് തന്നിട്ട് നമ്മൾ അതിലേക്ക് മാറ്റി.